ഹലോ സ്റ്റുഡൻസ്. ഇപ്പോൾ ഈ ക്ലാസ് നമ്മുടെ അഡ്വാൻസ്ഡ് ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്ന് പറയുന്ന നമ്മുടെ 6th സെമ്മിലെ പേപ്പറില്ലേ, ആ പേപ്പറിലെ നാനോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഇന്ന് മുതലുള്ള ക്ലാസ്സിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനങ്ങനെ പ്രത്യേകിച്ച് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പല പല ടെക്സ്റ്റിൽ നിന്നും പിന്നെ നെറ്റിൽ നിന്നൊക്കെ ആയിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസാണ് ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ തരുന്ന നോട്ട്സ് തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ധാരാളമായിട്ട് കേട്ടിരിക്കുന്ന വേർഡായിരിക്കും നാനോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നാനോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അറിയോ? നാനോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നാനോ എന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? 10⁻⁹ എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റിയാണ് അത് സൂചിപ്പിക്കുന്നത്. 10⁻⁹ എന്നുള്ള പറഞ്ഞ ഒരു ക്വാണ്ടിറ്റിയാണ് നാനോ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ശരിക്കും നാനോ എന്ന് പറഞ്ഞത് ഗ്രീക്ക് വേർഡാണ്. ഗ്രീക്കിലെ ആ നാനോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ മീനിങ് ഡ്വാർഫ് എന്നാണ്. ഡ്വാർഫ്, കുള്ളൻ എന്നതാണ്. അപ്പോൾ നാനോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഡ്വാർഫ് കെമിസ്ട്രി, അത് 10⁻⁹ ഉള്ള ഐറ്റംസിനെ, മെറ്റീരിയൽസിനെ ഡീൽ ചെയ്യുന്ന കെമിസ്ട്രിയാണ് എന്ത്? നാനോ കെമിസ്ട്രി. സോ നാനോ കെമിസ്ട്രി എന്ന് പറയുന്നത് നാനോ സയൻസിൻ്റെ ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ്. ഇറ്റ് ഈസ് മെയിൻലി റിലേറ്റഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ആൻഡ് റിയാക്ഷൻസ് ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് ദ മോളിക്കുലാർ ലെവൽ. മോളിക്കുലാർ ലെവലിലുള്ള പാർട്ടിക്കിൾസിൻ്റെ പ്രൊഡക്ഷനും പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിയാക്ഷൻസും, അതാണ് മെയിൻലി നാനോ കെമിസ്ട്രിയിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഈ നാനോ കെമിസ്ട്രിയുടെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ അത് ധാരാളം ന്യൂ സ്ട്രക്ചേഴ്സിൻ്റെ സിന്തസിസിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇനിയിപ്പോൾ ഈ ചാപ്റ്ററിലെ ഭാവിയിൽ ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നാനോ ട്യൂബ്സ്, നാനോ വയേഴ്സ്, അതുപോലെ 3 ഡൈമെൻഷണൽ മോളിക്കുലാർ അസംബ്ലീസ്. അപ്പോൾ അതൊക്കെ നമുക്ക് പല പല നാനോ ഡിവൈസസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം പണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ബാക്ക് ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെയായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന കമ്പ്യൂട്ടറുകളൊക്കെ അങ്ങനെയാണോ? അല്ല, ചെറിയ സ്ക്രീൻ. അപ്പോൾ അത് സൈസ് ബാക്കിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റൊന്നും അധികം ചെയ്ത് നിൽക്കാത്തതാണ് അല്ലേ? അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലെ കമ്പോണൻസിൻ്റെയൊക്കെ വലുപ്പങ്ങൾ കുറച്ചു. പണ്ട് വലിയ വലിയ സാധനങ്ങളായിരുന്നു അതിൽ യൂസ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ വളരെ ചെറിയ ചെറിയ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് നമ്മുടെ നാനോ കെമിസ്ട്രി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല പുറത്തേക്ക് ഇപ്പോൾ നമ്മുടെ നാസ, അതുപോലെ ISRO, VSSC അവിടെ നിന്നൊക്കെ ബഹിരാകാശത്തേക്കും മാർസിലേക്കും ഒക്കെ പര്യവേഷണത്തിനുള്ള പേടകങ്ങളൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അയക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വളരെ സൈസ് അധികം ഇല്ലാത്ത സാധനങ്ങളാണ് പലപ്പോഴും നമ്മൾ അയക്കുന്നത് അല്ലേ? പല പല പ്രോപ്പർട്ടീസ് ഒരു ചെറിയ മെഷീൻ്റെ ഉള്ളിൽ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പം അങ്ങനെ നമുക്ക് കുറേ പ്രോപ്പർട്ടീസ് ഇൻകോപ്പറേറ്റ് ചെയ്യണം ഒരു ചെറിയ സാധനത്തിൻ്റെ ഉള്ളിലെങ്കിൽ അതിനെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസ് വളരെ ചെറുതായിരിക്കണം അല്ലേ? അപ്പം അത്തരത്തിൽ ചെറിയ കമ്പോണൻസിനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളതിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഈ നാനോ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ PhD വർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഫീൽഡിലാണ്. നാനോ കെമിസ്ട്രിയിലാണ് എൻ്റെ PhD ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അത് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലേക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്നില്ലല്ലോ. പക്ഷേ കുറച്ചും കൂടിയും നിങ്ങൾ PGക്കൊക്കെ കഴിഞ്ഞ് PGക്ക് എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ PhD ചെയ്യുമ്പോഴോ ഒക്കെ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾ സിന്തസൈസ് ചെയ്യും ലബോറട്ടറിയിൽ. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഉൾക്കാഴ്ച അതിന് കിട്ടുക. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് ഇങ്ങനൊരു ബ്രാഞ്ച് ഉണ്ട്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്, അതിൻ്റെ എന്തൊക്കെ അപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഓവർവ്യൂ ആണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു നാനോ കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരു നാനോ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. നമുക്ക് പല പല നാനോ ഡിവൈസസും ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഈ നാനോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ബ്രാഞ്ച്. അതായത് ബിൽഡിംഗ് ഒബ്ജക്ട്സ് ആൻഡ് ഡിവൈസസ് ആറ്റം ബൈ ആറ്റം ആയിട്ടാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള നാനോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിക്ക് മാത്രമല്ല, മെഡിസിൻ ആയാലും സയൻറ്റിഫിക് എക്സ്പ്ലോറേഷനിലായാലും ഒക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് വരുന്നതാണ്.
അപ്പോൾ നാനോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ മൾട്ടി ഡിസിപ്ലിനറി ടെക്നോളജി അത് നാനോ സ്കെയിൽ. അപ്പോൾ നാനോ ടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ചിനോട് അടുത്ത് നിൽക്കുന്നതാണ് ഇത് നാനോ കെമിസ്ട്രി. നാനോ ടെക്നോളജി, നാനോ കെമിസ്ട്രി അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽസ് എന്നൊക്കെ പറയുന്നത്, നാനോ സയൻസ് എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് സെയിം. അതിൻ്റെ ഓരോരോ പാർട്ടുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നാനോ എന്ന് പറഞ്ഞാൽ ഡ്വാർഫ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ 1 ബില്യൺത്ത് എന്നാണ്. അപ്പോൾ ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 ബില്യൺത്ത് ആണ്. അത് 10⁻⁹ ഓഫ് എ മീറ്റർ. അതായത് 10 ഹൈഡ്രജൻ ആറ്റംസ് നമ്മളൊരു ലൈനിൽ വെച്ചു എന്ന് വിചാരിക്കുക, 1 by 1 ആയിട്ട്. അപ്പോൾ നമുക്കൊരു നാനോമീറ്ററാണ്. അത്രയേ ഉള്ളൂ അതിൻ്റെ സൈസ്. ഓക്കെ. ആൻഡ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റണമെങ്കിൽ മിനിമം 10,000 നാനോമീറ്റർ എങ്കിലും ഡയമീറ്റർ ഉള്ള ഒരു സാധനമായിരിക്കണം. 1 നാനോമീറ്റർ 2 നാനോമീറ്റർ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. 10,000 നാനോമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സാധനത്തിനെയാണ് നമുക്ക് നമ്മുടെ കണ്ണിനെ, ഹ്യൂമൻ ഐസിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മുടെ ഒരു ഹ്യൂമൻ ഹെയർ എടുത്തു എന്ന് വിചാരിക്കുക. ഹ്യൂമൻ ഹെയർ, ഒരു ഹെയർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം 50,000 to 80,000 നാനോമീറ്റർ ആയിരിക്കും എക്രോസ്, ഹ്യൂമൻ ഹെയറിന് എക്രോസ് ആയിട്ട് വരിക. ഓക്കെ. അപ്പോൾ അത്ര ഹ്യൂമൻ ഹെയർ എന്നൊക്കെ പറയുന്നത് അത്ര അധികം നാനോമീറ്റർ ആണ്. അപ്പോൾ 1 നാനോമീറ്റർ അല്ലെങ്കിൽ 100 നാനോമീറ്റർ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്ര ഒരു സ്മോൾ ക്വാണ്ടിറ്റിയാണ്. ഇനിയിപ്പോൾ നാനോമീറ്ററും, നിങ്ങൾക്ക് മീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഉൾക്കാഴ്ച ഉണ്ടായിരിക്കും അല്ലേ, എത്രയാണ് എങ്ങനെയാണെന്നൊക്കെ ഒരു ഉൾക്കാഴ്ച ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു മാർബിൾ ഇപ്പോൾ നമുക്ക് കിട്ടും, കുട്ടികളൊക്കെ കളിക്കുന്ന സ്പെറിക്കൽ ഗ്ലാസി ആയിട്ടുള്ള ചെറിയ മാർബിളിൻ്റെ പീസ് കിട്ടും. അതാണ് ഒരു നാനോമീറ്റർ എങ്കിൽ നമ്മുടെ എർത്ത് മൊത്തമാണ് 1 മീറ്റർ. അപ്പോൾ 1 മീറ്ററിനേക്കാളും അത്രമാത്രം ചെറുതാണ് എന്ത്, നാനോമീറ്റർ. എർത്ത് മൊത്തം 1 മീറ്ററാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിലത്തെ നാനോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു മാർബിളിൻ്റെ പീസ് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് ആ കമ്പാരിസൺ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ആ 1 മീറ്റർ എർത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. നാനോമീറ്ററോ ആ എർത്തിലെ ഒരു കുഞ്ഞു കുട്ടി കളിക്കുന്ന ഒരു മാർബിൾ പീസിനോടുമാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു എത്രമാത്രം ചെറുതാണ് ഈ നാനോ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ നാനോ വേൾഡ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷനാണ് ശരിക്ക്. അപ്പോൾ ഇറ്റ് കംപ്രൈസസ് ദ വേൾഡ് ഓഫ് ആറ്റംസ്, മോളിക്യൂൾസ്, അതൊക്കെ കംപ്രൈസ് ചെയ്യുന്നുണ്ട്. വളരെ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി, മെഡിസിനിലൊക്കെ വളരെയധികം അഡ്വാൻറ്റേജ് ഉള്ളൊരു ഫീൽഡാണ് ഈ നാനോ കെമിസ്ട്രി എന്ന് പറയുന്നത്. ധാരാളം സർപ്രൈസസ്, നമ്മൾ വിചാരിക്കാത്ത അത്ര അധികം സർപ്രൈസസ് എന്ന് വെച്ചാൽ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അത്ര പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഒരു ഫീൽഡാണ് എന്ത്, നാനോ കെമിസ്ട്രി. നാനോ കെമിസ്ട്രിയിലെ മെറ്റീരിയൽസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് നമ്മൾ നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നു. നാനോ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇഫ് വൺ ഓഫ് ദെയർ ഡയമെൻഷൻസ് ഈസ് ലെസ് ദാൻ 100 നാനോമീറ്റേഴ്സ് അക്രോസ്. അപ്പോൾ ഒരു ഡയമെൻഷൻ 100 നാനോമീറ്റേഴ്സിനേക്കാളും ലെസ് ആണ് അക്രോസ്. അത്തരത്തിലുള്ള പാർട്ടിക്കിൾസിനെയാണ് എന്ത് പറയുന്നത്, നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. പല ബയോളജിക്കൽ പാർട്ടിക്കിൾസും ഉണ്ട്. അതായത് അറ്റ്ലീസ്റ്റ് 1 ഡയമെൻഷൻ ദാറ്റ് ഫോൾസ്. ഇപ്പോൾ DNA ഒക്കെ ആണെങ്കിൽ ഏകദേശം 2.5 നാനോമീറ്റർ ആയിരിക്കും ഉണ്ടാവുക. ഹീമോഗ്ലോബിൻ ആണെങ്കിൽ 6.5 നാനോമീറ്റർ. വൈറസുകളൊക്കെ ഇല്ലേ, അത് 10 to 100 നാനോമീറ്റർ ആയിരിക്കും. അതുപോലെ സിന്തറ്റിക് ആയിട്ടുള്ള ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നാനോ കെമിസ്ട്രിയിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ അതിലുള്ളതാണ് സിൽവർ നാനോ പാർട്ടിക്കിൾസ്, ഫ്യുള്ളറീൻസ്, അതുപോലെ റോഡ് ലൈക്ക് പാർട്ടിക്കിൾസ്, നാനോ വയേഴ്സ്, നാനോ ട്യൂബ്സ്, അത്തരത്തിലുള്ള പല പാർട്ടിക്കിൾസും ഉണ്ട്. അതൊക്കെ നാനോ സൈസ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ. ഇപ്പോൾ ഈ നാനോ മെറ്റീരിയൽസ് എന്നാണ് ഉണ്ടായി തുടങ്ങി, അല്ലെങ്കിൽ നമ്മളതിനെ വിറ്റ്നസ് ചെയ്ത് തുടങ്ങി, സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി അതിനെ മനസ്സിലാക്കി തുടങ്ങിയത് എന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞ നാനോ മെറ്റീരിയൽസ് നമ്മുടെ മിഡീവിയൽ ഏജ് തൊട്ടേ ഉണ്ട്. വളരെയധികം 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റി ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ്, ഇപ്പം മിഡീവൽ പീരീഡിലുള്ള ടെമ്പിളുകൾ, ചർച്ചുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്തൊക്കെയുണ്ട്. ഈ ഗ്ലാസ് വിൻഡോസ് ഇല്ലേ, അതിനൊക്കെ സ്റ്റെയിൻ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ പ്രത്യേക ഓരോ കളറുകൾ കൊടുത്തിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് വരുമ്പോൾ ആ കളറിലായിരിക്കും അത് കാണുക.
നിങ്ങളിപ്പോൾ ടെമ്പിൾസിലും ചർച്ചസിലൊക്കെ പലപ്പോഴും നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ് ഫൗണ്ട് ഇൻ മിഡീവൽ പാലസുകൾ, ഇപ്പോൾ മൈസൂർ പാലസ്, അതുപോലെ തന്നെ അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള പാലസുകൾ, ഓക്കെ, ദെൻ ടെമ്പിൾസ്, ചർച്ചസ്, ദേ ആർ ഫൗണ്ട് ടു കണ്ടെയ്ൻ ഡിഫറെൻറ്റ് സൈസ് ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ദ ഗ്ലാസ്. അപ്പോൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസിനെ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ പാർട്ടിക്കിളിൻ്റെ സൈസ് അനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ സൺലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഓറഞ്ച് കളറാവും, ചിലപ്പോൾ അത് പർപ്പിൾ കളറാവും, ചിലപ്പോൾ അത് റെഡ് കളറാവും, ചിലപ്പോൾ അത് ഗ്രീൻ കളറായിരിക്കും ഗ്ലാസ്സുകൾക്ക് ഇമ്പാർട്ട് ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു കാര്യങ്ങളാണ് അല്ലേ. അതായത് നമ്മുടെ ഗ്ലാസ് വിൻഡോസ് ഇല്ലേ, അതിന് സ്റ്റെയിൻസ് കൊടുക്കുകയാണ്. സ്റ്റെയിൻസ് കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗോൾഡിൻ്റെ പല പല സൈസുള്ള ഗോൾഡിൻ്റെ നാനോ പാർട്ടിക്കിൾസ് ഈ ഗ്ലാസ്സുകളുടെ ഉള്ളിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പല പല സൈസുള്ള പാർട്ടിക്കിൾസാണ് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പാർട്ടിക്കിൾസിൻ്റെ സൈസ് അനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ സൺലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ചില സൈസുള്ള പാർട്ടിക്കിൾസ് ഓറഞ്ച് കളറായിരിക്കും കാണിക്കുക, ചില കളറുള്ള പാർട്ടിക്കിൾസ് പർപ്പിൾ ആയിരിക്കും, ചില സൈസുള്ള പാർട്ടിക്കിൾസ് റെഡ് ആയിരിക്കും, ചില സൈസുള്ള പാർട്ടിക്കിൾസ് ഗ്രീൻ കളറായിരിക്കും ആ ഗ്ലാസ്സിന് ഇമ്പാർട്ട് ചെയ്യുക. അപ്പോൾ അത് വളരെ ഒരു രസകരമായ ആപ്ലിക്കേഷനാണ്. അപ്പം നമ്മുടെ പാലസുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള നാനോ കെമിസ്ട്രിയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നാനോ സയൻസും നാനോ ടെക്നോളജിയും ആ വേർഡ്സ് ശരിക്കും പറഞ്ഞാൽ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ കുറച്ചും കൂടി ന്യൂവസ്റ്റ് ആയിട്ടുള്ള ഫീൽഡ്സാണ്. ഓക്കെ, ദെൻ നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൽ നാനോ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആസ് ദെയർ നാനോ മെറ്റീരിയൽസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് വരുന്നത് എന്താണ്? നാനോ സ്ട്രക്ചേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ഏകദേശം 1 തൊട്ടിട്ട് 100 നാനോമീറ്റേഴ്സിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സ്ട്രക്ചേഴ്സ് വരുന്നത്, സൈസ് വരുന്നത്. ഇനി ഈ നാനോ സൈസിൻ്റെ ഫീൽഡിൽ ഉണ്ടാവുന്ന അഡ്വാൻസസ് ആണ് ശരിക്കും നാനോ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിനേക്ക് വഴി ഒരുക്കിയത്. ഓക്കെ, അഡ്വാൻസസ് ഇൻ ദ ഫീൽഡ് ഓഫ് നാനോ സയൻസ് ഹാസ് ആക്ച്വലി ലെഡ് ടു ദ ഫീൽഡ് കോൾഡ് നാനോ ടെക്നോളജി. അപ്പോൾ നാനോ ടെക്നോളജി എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെയൊക്കെ പറയാം? നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡെലിബറേറ്റ് ഡിസൈൻ, കൺസ്ട്രക്ഷൻ, ക്യാരക്ടറൈസേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് functional structures, devices and systems through the control of matter at the nanometer length dimension, that is at the atomic or molecular scale. അപ്പോൾ അറ്റോമിക് ലെവൽ അല്ലെങ്കിൽ മോളിക്കുലാർ സ്കെയിലുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്റ്റ് ചെയ്ത് ക്യാരക്ടറൈസ് ചെയ്ത് അതിനെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ കൊണ്ടുവരികയാണ്. ആ ഫീൽഡിനെയാണ് എന്ത് പറയുന്നത്? നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാനോ മെറ്റീരിയൽസിൻ്റെ ഫാബ്രിക്കേഷന് പല പല മെത്തേഡ്സ് ഉണ്ട്. അതായത് ടോപ്പ് ഡൗൺ മെത്തേഡ് ഉണ്ട്, ബോട്ടം അപ്പ് മെത്തേഡൊക്കെ ഉണ്ട്. പക്ഷെ ആ മെത്തേഡ്സ് ഒന്നും നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും കൂടിയിട്ടൊന്ന് കണ്ടു നോക്കാം. അതായത് ഞാൻ പറഞ്ഞു, ആദ്യത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് പറഞ്ഞിരുന്നു. അതായത് മിഡീവൽ കാലത്തുള്ള പാലസുകൾ, ചർച്ചുകൾ, ടെമ്പിൾസ്, അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഗ്ലാസ് ഉണ്ടായിരുന്നു. അതിലെന്താണ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്? നാനോ സൈസിലുള്ള പല പല പാർട്ടിക്കിൾസ്, ഗോൾഡിൻ്റെ പാർട്ടിക്കിൾസ്. അതിൻ്റെ സൈസ് ചിലപ്പോൾ 12 നാനോമീറ്റർ ആവും, ചിലപ്പോൾ 10 നാനോമീറ്റർ ആവും, അപ്പോൾ ചിലപ്പോൾ 50 നാനോമീറ്റർ ആവും. അപ്പോൾ ഒരു പർട്ടിക്കുലർ നാനോമീറ്റർ ആണ് അതിലേക്ക് ഒരു പർട്ടിക്കുലർ കളറ് ഇമ്പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് വളരെയധികം നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സംഭവിച്ചൊരു കാര്യമാണ്. ഓക്കെ, ഇനി പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 1986 ഈ നാനോ കെമിസ്ട്രീനെ ഡീല് ചെയ്യുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അത് എറിക് ഡ്രക്സ്ലർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് അത് പ്രപ്പോസ് ചെയ്തത്. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. എറിക് ഡ്രക്സ്ലർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം 1986 ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. ഓക്കെ, ഞാനൊക്കെ ജനിക്കുന്നതിൻ്റെ മുമ്പ് പബ്ലിഷ് ചെയ്തതാണ്. അതായത് ദ എൻജിൻസ് ഓഫ് ക്രിയേഷൻ എന്നുള്ളതായിരുന്നു ആ ബുക്കിൻ്റെ പേര്.
എന്താണ് ആ ബുക്കിൻ്റെ പേര്? എൻജിൻസ് ഓഫ് ക്രിയേഷൻ എന്നാണ് ആ ബുക്കിൻ്റെ പേര്. ഓക്കെ. അതിനുശേഷം 1959 അതിന് വളരെയധികം മുമ്പ് 1959 തന്നെ അമേരിക്കയിലെ ഒരു ഫിസിസിസ്റ്റ് ഉണ്ട്, റിച്ചാർഡ് ഫെൻമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞിരുന്നു എന്താണ്? ദർ ഇസ് പ്ലെൻറ്റി ഓഫ് റൂം അറ്റ് ദ ബോട്ടം. അദ്ദേഹം ഒരു അമേരിക്കൻ ഫിസിക്കൽ സൊസൈറ്റിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഡിസംബർ 29, 1959. അതിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു ഒരു സെൻറ്റൻസ് ക്വാട്ട് ചെയ്ത് പ്രപ്പോസ് ചെയ്യാണ് ചെയ്തത്. ദർ ഇസ് പ്ലെൻറ്റി ഓഫ് റൂം അറ്റ് ദ ബോട്ടം. അതുകൊണ്ട് എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നത്? പ്ലെൻറ്റി ഓഫ് റൂം അറ്റ് ദ ബോട്ടം എന്ന് പറഞ്ഞാൽ ബോട്ടം ലെവൽ മീൻസ് ഏറ്റവും ബേസിക് ലെവൽ. അപ്പോൾ നാനോ ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും തുടക്കമാണ്, അല്ലെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് വിറ്റ്നസ് ചെയ്യാൻ പറ്റണില്ല. അത് വിറ്റ്നസ് ചെയ്യണമെങ്കിൽ തന്നെ 10,000 നാനോമീറ്ററൊക്കെ എത്തിയാലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും ബേസിക് ലെവൽ, ഏറ്റവും ചെറിയ ലെവലിൽ തന്നെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ധാരാളം റൂമുണ്ട്. മീൻസ് നമുക്ക് പല പല ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കാവുന്ന അത്ര റൂംസ് ഉണ്ട്. റൂംസ് എന്ന് പറഞ്ഞാൽ മുറികൾ എന്നല്ല, അത്തരത്തിലുള്ള ഒരു എന്താ പറയുക സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അത്ര അധികം അവസരങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ആ നാനോ സ്കെയിലിനെ തന്നെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് പ്രപ്പോസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും സാധിക്കും എന്നുള്ള ചെറിയൊരു സെൻറ്റൻസ് ആണെങ്കിലും വളരെ വലിയൊരു ആശയമാണ് റിച്ചാർഡ് ഫെൻമാൻ എന്ന് പറയുന്ന അമേരിക്കൻ സയൻറ്റിസ്റ്റ് 1959 പ്രപ്പോസ് ചെയ്തത്. എന്താണ് പ്രപ്പോസ് ചെയ്തത്? അമേരിക്കൻ ഫിസിക്കൽ സൊസൈറ്റി മീറ്റിങ്ങിൽ വെച്ച് അദ്ദേഹം പ്രപ്പോസ് ചെയ്തു, ദർ ഇസ് പ്ലെൻറ്റി ഓഫ് റൂം അറ്റ് ദ ബോട്ടം എന്നുള്ള ഒരു വാക്യം അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. പക്ഷേ അതിനെ ആരും വലിയ വിലയൊന്നും കൊടുത്തില്ല. ഓക്കെ. സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഒന്നും അദ്ദേഹത്തിന് എന്താ ബോട്ടത്തിലല്ലേ ഇപ്പോൾ കുറേ സ്പേസ് ഉള്ളത്, അങ്ങനത്തെ ഒരു വിചാരത്തോടു കൂടി അതിനെ കണ്ടു. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല. ഓക്കെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അതിനുശേഷം അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു കോട്ടിങ് നടത്തിച്ചാലും അതിനെ സയൻറ്റിഫിക് ലിറ്ററേച്ചറിൽ സൈറ്റേഷൻ എന്ന് പറയും. സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച എന്തെങ്കിലും ഒരു ഗവേഷണത്തിൻ്റെ റിസൾട്ട് നമ്മൾ അത് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ പേപ്പർ എഴുതാമെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, റിസർച്ച് പബ്ലിക്കേഷൻസ്. അപ്പോൾ അങ്ങനെ പബ്ലിക്കേഷൻസ് നമ്മൾ പബ്ലിഷ് ചെയ്താൽ അത് മറ്റുള്ളവരെ അത് വായിച്ച് അത് കറക്റ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ പേപ്പറുകളിൽ നമ്മളതിനെ റെഫറൻസ് ആക്കി സൈറ്റ് ചെയ്യും. അതിനെയാണ് സൈറ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ റിച്ചാർഡ് ഫെൻമാനെ പറഞ്ഞ കാര്യത്തിന് മറ്റൊരൊന്നും അധികം ഇമ്പോർട്ടൻ്റ് ആക്കിയിട്ട് കൊടുത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അധികം സൈറ്റേഷൻസ് ഒന്നും അന്ന് ലഭിച്ചിരുന്നില്ല. ഫെൻമാന് അന്ന് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ് കിട്ടിയത്. കാരണം വെച്ചാൽ അധികം സൈറ്റേഷനുകളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രപ്പോസ് ചെയ്തതിന് അത്ര ആരും ഗവനിച്ചില്ല എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. പക്ഷെ അതിന് ശേഷം വളരെയധികം വർഷങ്ങൾക്ക് ശേഷം ടോമി എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഒരു കൾച്ചറൽ ആന്ത്രോപോളജിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഈ കാര്യം പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ റിച്ചാർഡ് ഫെൻമാൻ്റെ പ്ലെൻറ്റി ഓഫ് റൂമിനെ പ്രത്യേകിച്ച് അത് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം അതിൽ പ്രപ്പോസ് പറഞ്ഞു. ഓക്കെ. എന്നാൽ ഞാൻ പറഞ്ഞു എറിക് ഡ്രെക്സ്ലർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് 1986 എൻജിൻസ് ഓഫ് ക്രിയേഷൻ എഴുതി. അപ്പോൾ അതിൽ ഈ പ്ലെൻറ്റി ഓഫ് റൂം എൻ്റെ കാര്യം നമ്മുടെ ഫെൻമാൻ പ്രപ്പോസ് ചെയ്ത കാര്യം എറിക് ഡ്രെക്സ്ലർ അയാളുടെ ബുക്കിലും കോട്ട് ചെയ്തു, ഇങ്ങനെ ഫെൻമാൻ പറഞ്ഞിരുന്നു എന്നുള്ളത്. അപ്പോഴാണ് നമ്മുടെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്കൊക്കെ വർഷങ്ങൾ കുറേ കഴിഞ്ഞു. അപ്പോഴാണ് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് ഫെൻമാൻ പണ്ട് പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലായി. തത്ഫലമായിട്ടാണ് നമ്മുടെ 1980s 1990s ഒക്കെ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ്, അതുപോലെ ഫ്യുള്ളറീൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് എന്നൊക്കെ പറയുന്നത് STM എന്ന് പറയും. നമ്മളൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറൊക്കെ മനസ്സിലാവാനായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ആണത്.
അതൊക്കെ ഇപ്പം നിങ്ങൾക്ക് ആവശ്യമില്ല. MSc-ക്കൊക്കെ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴോ റിസർച്ച് ചെയ്യുമ്പോഴോ ഒക്കെ നിങ്ങളുടെ സാധനം ക്യാരക്ടറൈസ് ചെയ്യാൻ പല പല യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള വലിയ സർവകലാശാലകളിലൊക്കെയാണ് സാധാരണ STM ഒക്കെ ഉണ്ടാവുക, സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ആ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ ഒക്കെ ഉപകാരം എന്താണ്? നമ്മൾ ഉണ്ടാക്കിയ ഇത്തരത്തിലുള്ള നാനോ സൈസുള്ള പാർട്ടിക്കിൾസിനെയൊക്കെ മനസ്സിലാക്കാൻ, അതിൻ്റെ സ്ട്രക്ചറിനെയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ശരിക്കും പറഞ്ഞാൽ തുടങ്ങി വെച്ചത് ഫെയ്ൻമാൻ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിനെ ആരും ഗൗനിച്ചില്ല. ആ കാര്യം ഗൗനിക്കാത്ത കാര്യം ടോമി എന്ന് പറഞ്ഞൊരു കൾച്ചറൽ ആന്ത്രോപോളജിസ്റ്റ് പറഞ്ഞിരുന്നു. പിന്നീട് ആരാണ്? എറിക് ഡിക്സ്ലർ അയാളുടെ ബുക്കിലെ എൻജിൻസ് ഓഫ് ക്രിയേഷൻ എന്ന് പറഞ്ഞ ബുക്കിൽ 1986 ഈ ഫെയ്ൻമാൻ പറഞ്ഞ കാര്യം കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ STM ഒക്കെ പ്രപ്പോസ് ചെയ്തു, ഫ്യുള്ളറിയൻസിൻ്റെ സ്ട്രക്ചർ അതൊക്കെ ഉണ്ടായി. അപ്പോഴാണ് നമ്മുടെ നാനോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഫീൽഡ് കൂടുതലായിട്ട് എമേർജ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും പിന്നെ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ. ഓക്കെ.